ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഓണം സീരീസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ലീഫ് ലോക്കറ്റ് വെച്ച് വളരെ സിമ്പിളായി ചെയ്തിരിക്കുന്ന ഒരു നെക്ക് പീസാണ് ഇന്നത്തെ വീഡിയോ. ഇത് നമുക്ക് ലീഫ് ലോക്കറ്റ് തന്നെയല്ല, ക്യാഷിൻ്റെ ലോക്കറ്റ്, അതുപോലെ പാലക്കയുടെ പെൻഡൻ്റ് ഒക്കെ വെച്ച് നമുക്കിത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഇൻവിസിബിൾ ചെയിൻ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് വേണ്ടത് ഗിയർ വയർ, അതുപോലെ ഗോൾഡൻ ബീഡ്, ലീഫിൻ്റെ ലോക്കറ്റ്, ഫിഷ് ഹൂക്ക്. ഗോൾഡൻ ബീഡ് കുറച്ച് ഡിസൈനർ ബീഡാണ് കേട്ടോ. പിന്നെ നമ്മുടെ സൈഡ് റിങ് വേണം, ഗിയർ ലോക്ക് വേണം. ഇതെല്ലാ വീഡിയോസിലും നമുക്ക് സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ ആ ലോക്കറ്റും ബീഡും മാത്രമേ ഇതിന് പ്രധാനമായിട്ട് വേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഏതൊരു ചെയിൻ ചെയ്യുമ്പോഴും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി ആവശ്യത്തിന് നീളത്തിന് നമ്മുടെ ഗിയർ വയർ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് നമ്മുടെ ഓരോരുത്തരുടെ നെക്കിനനുസരിച്ച് സൈസ് നമുക്ക് കുറച്ചും കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ലോക്ക് ചെയ്യണേ നോക്കാം. ആദ്യം ഗിയർ ലോക്ക് ഇടുക, അതിനുശേഷം ഫിഷ് ഹൂക്ക് ഇട്ട് ഫിഷ് ഹൂക്കിനെ മാറ്റി നിർത്തി ഗിയർ ലോക്കിലൂടെ ആ വയറിൻ്റെ തുമ്പൊന്ന് തിരിച്ച് വലിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ പ്ലെയർ വെച്ച് നന്നായിട്ടൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്കതവിടെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഏതൊരു ചെയിൻ ചെയ്യുമ്പോഴും നമ്മൾ ഇതാണ് ആദ്യം ചെയ്യുക. ഏത് ഹുക്കായാലും, ഇപ്പോൾ നമ്മൾ ഫിഷ് ഹുക്ക് തന്നെയല്ല, എസ് ഹുക്കായാലും അതുപോലെ ഏതായാലും നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ടൈറ്റ് ചെയ്ത് നിർത്തും. ഇനി നമുക്ക് ബീഡുകൾ കോർത്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം ഇതുപോലെ തന്നെ ഗിയർ ലോക്കാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. കാരണം നമുക്ക് ഈ ലോക്കറ്റിൻ്റെ ഒക്കെ അവിടെ നിർത്തണം, ടൈറ്റ് ചെയ്ത് നിർത്തണം. അപ്പോൾ നമ്മുടെ എന്തോരം നീളത്തിനനുസരിച്ച് വേണം നമ്മളിത് ചെയ്യണതിനനുസരിച്ച് തന്നെ അതിൻ്റെ ഗ്യാപ്പും നമ്മൾ നോക്കണം. എത്ര ഗ്യാപ്പ് ഇട്ടാണ് നമ്മൾ ഇത് ഓരോ ലോക്കറ്റും ചെയ്തെടുക്കുന്നത് എന്ന്. ഗിയർ ലോക്കിനെ അവിടെ പ്രസ് ചെയ്ത് നിർത്തുക. അതിനുശേഷം നമുക്ക് ബീഡും ലോക്കറ്റും കോർത്ത് കൊടുക്കാം. ആദ്യം ഒരു ഗോൾഡൻ ബീഡ്, അതിനുശേഷം ആ ലീഫിൻ്റെ ലോക്കറ്റ്, വീണ്ടും ഒരു ഗോൾഡൻ ബീഡ് എന്ന രീതിയിലാണ് കോർക്കുന്നത്. ഗോൾഡൻ ബീഡ് കോർത്തതിന് ശേഷം ഗിയർ ലോക്ക് ഇട്ട് വീണ്ടും അതിനവിടെ ലോക്ക് ചെയ്ത് നിർത്തുകയാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് കോർത്തെടുക്കാം. ഇതിനെ നമുക്കിനി ഇവിടെ ഗിയർ ലോക്കിട്ട് ലോക്ക് ചെയ്ത് നിർത്തണം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റ പീസ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഒരൊറ്റ ഇത് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അതായിരിക്കും കൂടുതൽ ഭംഗി. ഇല്ലെങ്കിൽ ഒരു മാക്സിമം 3 എണ്ണം, അതിൽ കൂടുതൽ കുട്ടികൾക്ക് കോർത്ത് കൊടുത്താൽ ഭംഗി ഉണ്ടാവില്ല. അവരുടെ നെക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് നിൽക്കുന്ന ഒരു ഭംഗി ഉണ്ടാവില്ല. 3. അപ്പോൾ അവരുടെ ഗ്യാപ്പ് ഒന്ന് കുറച്ച് കൊടുക്കുക കുട്ടികൾക്ക് ചെയ്യുമ്പോൾ. മുതിർന്നവർക്ക് നമ്മുടെ നെക്കിൻ്റെ ആ വലിപ്പനുസരിച്ച് നമുക്ക് എത്ര എണ്ണം പീസ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഇതവിടെ ഗിയർ ലോക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനിവിടെ ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് ടൈറ്റ് ചെയ്ത് നിർത്താം. അപ്പോൾ അതവിടെ കറക്റ്റായിട്ട് അവിടെ നിന്നോളും. ഇനി അടുത്തത് കുറക്കുമ്പോൾ നമുക്ക് എത്ര ഗ്യാപ്പ് വേണമെന്ന് നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് കോർത്ത് പോവുക. ആ ഗ്യാപ്പ് ഇടുന്നത് ഒരേ ലെങ്ത്തിൽ തന്നെ വേണം കേട്ടോ, എന്നാലേ അത് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അടുത്തതും ആദ്യം തന്നെ നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് ആദ്യം തന്നെ ഒന്ന് പ്രസ് ചെയ്ത് നിർത്തണം. ആ ഗ്യാപ്പ് കറക്റ്റ് നോക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ബീഡ്, ലോക്കറ്റ്, ബീഡ്, വീണ്ടും ഗിയർ ലോക്ക്, ആ രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമുക്കൊക്കെ ഒരു സപ്പോർട്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസ് ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് നമ്മുടെ ഓണം സീരീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം. സീരീസ് 5 ആണ്. അപ്പോൾ 4ൻ്റെ ലിങ്ക് ഞാൻ ഇതിന് താഴെ കൊടുക്കാം. ആ 4ൻ്റെ ലിങ്കിൻ്റെ ആ വീഡിയോയുടെ അടിയിൽ ഞാൻ 1, 2, 3യുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് പോയി വാച്ച് ചെയ്യുക, എല്ലാവരും ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് ഓണം ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള മോഡൽസൊക്കെ ചെയ്ത് എല്ലാവർക്കും സെയിൽ ചെയ്യാനും പറ്റും. അതുപോലെ ഹെയർ ബാൻഡിൻ്റെയും ഞാൻ ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പോൾ അതാ നമ്മളിപ്പോൾ 3 ലോക്കറ്റ് കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ കിട്ടും നമുക്ക്. ഇത് ശരിക്കും ഇൻവിസിബിൾ ആയിട്ട് തന്നെയാണ് കേട്ടോ തോന്നുക. കഴുത്തിലിട്ട് കഴിയുമ്പോൾ നമുക്ക് ആ പെൻഡൻറ്റ് മാത്രമേ നമുക്ക് കാണുള്ളൂ, ആ വയർ നമുക്ക് കാണില്ല. അതുകൊണ്ടാണ് അതിന് ഇൻവിസിബിൾ ചെയിൻ പറയുന്നത് തന്നെ. അപ്പോൾ അതാ അടുത്തതും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. 5 ലോക്കറ്റാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. നമുക്കത് 4 അതോ 2 3 നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്തെടുക്കാം. പട്ടുപാവാടയുടെയും സെറ്റുമുണ്ടിൻ്റെ ഒക്കെ ഒപ്പം ഇങ്ങനത്തെ മാലകളുടെ ഒരു ഭംഗിയാണ് കേട്ടോ, നല്ല രസമുണ്ടായിരിക്കും. അപ്പോൾ ഓണത്തിനൊക്കെ ഓരോ ഫംഗ്ഷനുകളും ഓണം സെലിബ്രേഷനൊക്കെ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇതുപോലെയുള്ള മാലകളൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ നമുക്ക് അടിപൊളിയാക്കി എടുക്കാം. ഇനി ലാസ്റ്റ് സൈഡ് റിങ് ഇട്ട് നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കണം. കൊളുത്തിടാനായിട്ട് സൈഡ് റിങ്. അപ്പോൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഗിയർ ലോക്ക് ഇടുക, സൈഡ് റിങ് ഇടുക. സൈഡ് റിങ്ങിനെ മാറ്റി നിർത്തി നമ്മുടെ ഗിയർ വയറിനെ
ഗിയർ ലോക്കിലൂടെ മാത്രം കോർത്തെടുക്കുക. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ച് ഒന്ന് ടൈറ്റാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ബാലൻസ് ഗിയർ വയർ കട്ട് ചെയ്ത് മാറ്റിക്കളയാം. ഇനി ആ സൈഡ് റിങ്ങിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അടുപ്പിച്ച് പിടിച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ മാലയുടെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ബാലൻസ് ഗിയർ വയർ കട്ട് ചെയ്ത് കളയാം. വേണമെങ്കിൽ അവിടെ ഒരു ബീഡ് ഇട്ട് നമുക്ക് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് കളഞ്ഞാലും മതി, അതിൻ്റെ ആവശ്യമില്ല. കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇനി മാലയുടെ ഫൈനൽ ലുക്ക് ഒന്ന് നോക്കാം. നമുക്കിതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് മാല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ സെറ്റ് മുണ്ടിൻ്റെ ഒക്കെ ഒപ്പിടുമ്പോൾ നല്ല രസമായിരിക്കും. നമ്മുടെ നെക്കിൽ അങ്ങനെ അങ്ങോട്ട് പതിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ നല്ല രസം ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള മാലകളൊക്കെ നിങ്ങളും ചെയ്ത് നോക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ പുതിയൊരു ഐറ്റവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.